TP കേസ് പ്രതികൾക്കായുള്ള ജയിൽ DGPയുടെ കത്ത് സർക്കാർ നിർദ്ദേശപ്രകാരം TP പ്രതികളെ വിട്ടയക്കുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്നായിരുന്നു കത്തിൽ. ജയിൽ സൂപ്രണ്ടുമാർക്കാണ് DGP കത്തയച്ചത്. കത്തിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പവും ദുരൂഹതയും ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ. TP കേസ് പ്രതികൾക്കായി ജയിൽ DGPയുടെ കത്ത് വന്നിരിക്കുന്നത് അപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തന്നെ എന്ന് വ്യക്തമായിരിക്കുകയാണ്. കാരണം TP പ്രതികളെ വിട്ടയക്കുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലുള്ള കത്ത് ജയിൽ സൂപ്രണ്ടുമാർക്ക് അയച്ചപ്പോൾ അതെന്തായിരിക്കാം DGP ഉദ്ദേശിച്ചത് എന്നുള്ള ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വ്യക്തമാകുന്നു, സർക്കാരിന്റെ നിർദ്ദേശം ഇതിന് പിന്നിലുണ്ട്. അതായത് TP കേസ് പ്രതികളെ പരമാവധി സഹായിക്കുക, അവർക്ക് വേണ്ടുന്ന സഹായം നൽകുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്, അല്ലേ? രോഹിണി, 20 വർഷത്തേക്ക് പ്രതികളെ വിട്ടയക്കരുന്ന കോടതി നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും ഒക്കെ രംഗത്ത് വന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒന്ന്, ഇതിലൊരു തന്ത്രപരമായ ഒരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇവരെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ കൃത്യമായി ചോദിക്കുന്നത്. അതായത് ഒന്ന്, പരോൾ നൽകുന്നതിനാണോ അതോ പ്രതികളെ എന്നേക്കുമായി വിട്ടയക്കുന്നതിനാണോ എന്നുള്ള കാര്യം കൃത്യമായി ഉത്തരവിൽ പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ബുദ്ധിപരമായ ഒരു നീക്കം നടന്നിരിക്കുന്നു എന്നുള്ളത് പറയേണ്ടത്. കാരണം ഇതൊരു വിവാദമായി മാറുന്ന സാഹചര്യം ഉണ്ടായാൽ പരോൾ നൽകാനുള്ള ഒരു നീക്കം മാത്രമാണ്, അല്ലെങ്കിൽ വിട്ടയക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ല എന്നൊക്കെ വാദിക്കാൻ കഴിയും. അതുതന്നെയാണ് ജയിൽ മേധാവിയായിട്ടുള്ള DGP ബൽറാം കുമാർ ഉപാധ്യായും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നുള്ളത്. അതായത് സുരക്ഷാ പ്രശ്നം ഈ പ്രതികൾക്കടക്കം വേറെ നേരത്തെ മാഹി ഇരട്ടക്കൊല കേസിൽ ഇവരെ വെറുതെ വിട്ട സാഹചര്യത്തിൽ, ഈ കൊടിസുനി അടക്കമുള്ളവരെ വെറുതെ വിട്ട സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുൻകരുതലാണ്, ഒരു ക്രമസമാധാന പ്രശ്നം എന്നൊക്കെയുള്ള സാഹചര്യമൊക്കെ മുൻനിർത്തിയാണ് ഇത്തരം ഒരു ഉത്തരവ് വന്നത്. അത് സ്വാഭാവികമാണ് എന്നൊക്കെ വാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം ആ ഉത്തരവിൽ തന്നെ പറയുന്ന ഒരു ലൈനാണ്. അതായത് ഒരു വരിയിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ് പറയുന്നത്: ഈ നേരത്തെ വിവിധ ഈ പറയുന്ന ഒന്ന് മാഹി ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുതൽ ചെയ്ത സാഹചര്യത്തിൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നീ അന്തേവാസികൾക്ക് സുരക്ഷാ കാരണങ്ങളാൽ അവധി ആനുകൂല്യം നൽകി വിടുതൽ ചെയ്യുന്ന വിഷയം പരിശോധിക്കുന്നതിന് സർക്കാരിൽ നിന്നും നിർദ്ദേശം ലഭ്യമായിരിക്കുന്നു. അതായത് സർക്കാർ തലത്തിലുള്ള ഒരു ഇടപെടൽ കൃത്യമായി ഇതിൽ നിന്ന് ഈ നടപടിക്രമത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാഭാവികമായ സാഹചര്യം വന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജയിൽ മേധാവിയുടെയോ നിർദ്ദേശപ്രകാരമോ വന്നതല്ല ഈ ഉത്തരവെന്നുള്ളത് കൃത്യമായിരിക്കുന്നു. ഇതിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരുക്കി നൽകുന്ന സൗകര്യങ്ങൾ, അവർക്ക് നൽകുന്ന ഇളവുകൾ, അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ, ജയിലുകളിൽ ലഭിക്കുന്ന VIP സൗകര്യം, മദ്യസേവയടക്കം ലഭ്യമാകുന്ന സാഹചര്യം, മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമായത്, അങ്ങനെയുള്ള ഒരുപാട് സഹായങ്ങൾ അവർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്നുള്ളത് പറയാം. സുരക്ഷാ കാരണങ്ങളാൽ അവധി ആനുകൂല്യങ്ങൾ നൽകി വിടുതൽ ചെയ്യുന്ന വിവരം പരിശോധിക്കുന്നതിന് സർക്കാരിൽ നിന്ന് നിർദ്ദേശം എന്നുള്ളത് തന്നെയാണ് കൃത്യമായി പറയുന്നത്. അപ്പോൾ വീണ്ടും ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തി എന്നുള്ളത് വ്യക്തമാണ്. അത് TP കേസിലെ പ്രതികൾ അവർ സർക്കാരിനും CPM-നും ഒക്കെ എത്രത്തോളം വേണ്ടപ്പെട്ടവരാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി അറിയാം. അപ്പോൾ വീണ്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ TP കേസിലെ പ്രതികൾക്ക് വേണ്ടി ഒരു വഴിവിട്ട ഇടപാടുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വഴിവിട്ട ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അത് വളരെ തന്ത്രപരമായി ഒരു പരോൾ നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ, ഒരു കേസിൽ വിടുതൽ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് സുരക്ഷാ പ്രശ്നം, അവർ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ക്രമസമാധാന സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന രീതിയിലാണ് തങ്ങളെ ഉത്തരവിറക്കിയിരിക്കുന്നതെന്ന് ന്യായീകരിക്കാനുള്ള ഒരു തന്ത്രപരമായ ഒരു ഭാഗം കൂടി അതിൽ വിട്ടിട്ടാണ് ഇത്തരം ഒരു ഉത്തരവിറക്കിയത് എന്നുള്ളതും വ്യക്തമാണ്. അതിൽ സർക്കാരിൻ്റെ ഇടപെടലും നിർദ്ദേശവും കൃത്യമായി കാണുവാനും കഴിയും. ശരി പ്രജിത്ത്, TP കേസ് പ്രതികൾക്കായുള്ള ജയിൽ DGPയുടെ കത്ത് സർക്കാർ നിർദ്ദേശപ്രകാരം എന്ന് തന്നെ വ്യക്തമാകുകയാണ്. TP പ്രതികളെ വിട്ടയക്കുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്നായിരുന്നു കത്തിൽ. ഇതിൽ സർക്കാരിന്റെ ഇടപെടലാണ് വ്യക്തമായിരിക്കുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.